It's me, Rahul. Welcome to Richa Talks. Hi. നമ്മുടെ ദിസ് മന്ത് തേർഡ് ഡേയിലോട്ടുള്ള അതായത് വെനസ്ഡേയിലോട്ടുള്ള നമ്മുടെ അനാലിസിലോട്ട് നമുക്ക് നേരെ പോകാം. നമുക്ക് നേരെ ഫസ്റ്റ് നിഫ്റ്റി തന്നെ നോക്കാം അല്ലേ. നിഫ്റ്റി നോക്കുമ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നലത്തെ വ്യൂ. ഓക്കെ, ഇതിൻ്റെ താഴോട്ട് ബ്രേക്ക് ചെയ്യാനും താഴോട്ട് വീഴുന്നു ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഇന്നലത്തെ ഒരു സെറ്റപ്പ് കണ്ടോ, നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലായിരുന്നു ഇന്നത്തെ സെറ്റപ്പ്. ഓക്കെ, 50 മിനിറ്റ്സിൽ പോയി കഴിഞ്ഞാൽ കറക്റ്റായ വ്യൂ കിട്ടും നമുക്ക്. അതായത് ഇതായിരുന്നു നമ്മൾ ഇന്നലെ വരച്ചു വെച്ചിരുന്ന ആ ഒരു ഏരിയ അല്ലെ. ഇവിടുന്ന് ഇത് ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇത് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇത് ബ്രേക്ക് ചെയ്തു, താഴെ വന്നു. നമ്മുടെ ഈ 24,800 എന്ന ഏരിയയിൽ സപ്പോർട്ട് എടുത്തു. വീണ്ടും മാർക്കറ്റ് കയറിപ്പോയി. വീണ്ടും 25,000 റിജക്ഷൻ വന്നു. വീണ്ടും താഴെ വന്നു. വീണ്ടും 24,800 മുകളിൽ ട്രേഡ് ചെയ്യാണ്. മാർക്കറ്റ് ഒരു അൺപ്രഡിക്റ്റബിൾ മൂവ്മെന്റ് ആണ് നടത്തിയത്. താഴോട്ട് വീണു, മുകളിലോട്ട് കയറി, താഴോട്ട് വീണു, മുകളിലോട്ട് കയറി. ഓക്കെ, മേ ബി ഡബിൾ ബോട്ടം ഒക്കെ എടുത്ത് മുകളിലോട്ട് ഇനിയും മുകളിലോട്ട് തന്നെ പോകുമായിരിക്കും മാർക്കറ്റ്. സാരല്ല, നമുക്ക് നാളത്തെ അനാലിസിസിലോട്ട് തന്നെ പോകാം. അപ്പം നമുക്ക് എന്നും ചെയ്യുന്ന പോലെ ഇതെല്ലാം കളയാം. ഓക്കെ, നേരെ കളഞ്ഞിട്ടുണ്ട്. മന്ത്ലി അനാലിസിലോട്ട് പോകാം. ആദ്യത്തെ മന്ത്ലി സ്റ്റിൽ നമ്മളെന്നും പറയുന്ന പോലെ തന്നെ മന്ത്ലി സ്റ്റിൽ നിഫ്റ്റി ഒരു ബുള്ളിഷ് ആണ്. നല്ലൊരു സ്ട്രോങ് ബേസ് എടുത്തിട്ടാണ് നിഫ്റ്റി മുന്നോട്ട് പോകുന്നത്. കാണുന്നുണ്ടോ അല്ലേ? നല്ല സ്ട്രോങ് ബേസ് എടുത്തിട്ടാണ് നിഫ്റ്റി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നിഫ്റ്റി സ്റ്റിൽ ബുള്ളിഷ് തന്നെയാണ്. മന്ത്ലി നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു സ്ട്രോങ് ബോട്ടം എടുത്തിട്ടാണ് നിഫ്റ്റി കയറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിഫ്റ്റി മന്ത്ലി ബുള്ളിഷ് ആയിട്ട് തന്നെയാണ്. ഇനി 4 ദിവസം കൂടെ ഉള്ളൂ ക്ലോസ് ആവാൻ വേണ്ടിയിട്ട്. നിഫ്റ്റി ഇതിൻ്റെ അടിയിലൊന്നും വന്ന് ക്ലോസ് ആവുമെന്ന് ഒരിക്കലും വിചാരിക്കുന്നില്ല. നിഫ്റ്റി ഇതിൻ്റെ മുകളിൽ തന്നെ ക്ലോസ് ആവും. മന്ത്ലി ബുള്ളിഷിൽ തന്നെ നിഫ്റ്റി ക്ലോസ് ആവും. ഓക്കെ, അതിൻ്റെ പ്രോബബിലിറ്റിയാണ് കൂടുതൽ. ബാക്കി മാർക്കറ്റിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. 1 വീക്കിൽ പോവാം. ജസ്റ്റ് വീക്കിലിയിൽ പോകുമ്പോൾ വീക്കിലിയിൽ നിഫ്റ്റി സ്ലൈറ്റ്ലി ഒരു ബിയറിഷ് സെന്റിമെന്റ്സ് കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഹൈ നമുക്ക് മാർക്ക് ചെയ്ത് വെച്ചേക്കാം ഓൾറെഡി. ഓക്കെ, ഈ ഒരു ഹൈ മാർക്ക് ചെയ്ത് വെച്ചേക്കാം 25,500. ഈ ഒരു ഹൈയുടെ മുകളിൽ പോകാതെ നമുക്കിനി ബുള്ളിഷിലോട്ട് മാർക്കറ്റ് പോകുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല. കാരണം മാർക്കറ്റ് ഇതിന്റെ മുകളിൽ പോകാതെ, നോ വേ, ഇതിന്റെ മുകളിൽ പോകാതെ മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ ഒരു ചാൻസും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ 25,000 മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് ഡേ ചാർട്ടിലോട്ട് വരാം. ഡേ ചാർട്ടിലോട്ട് ക്ലിയർ വ്യൂ ട്രേഡിംഗ് വേണ്ടി കിട്ടും. മാർക്കറ്റ് ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ മാർക്കറ്റ് ഇതിന്റെ താഴോട്ട് വരാതെ നമുക്ക് ഒരിക്കലും താഴോട്ട് ട്രേഡ് എന്തായാലും ഉണ്ടാകത്തില്ല. ഇതിന്റെ താഴോട്ട് വന്നാൽ മാത്രമേ മാർക്കറ്റ് ഒരു സൈഡ് വേസ് ബിയറിഷ് ആണെന്ന് നമുക്ക്, അതായത് ഒരു ലോങ് ടൈം ബിയറിഷിലോട്ട് മാർക്കറ്റ് പോകുന്നത് നമുക്ക് പറയാൻ കഴിയുള്ളൂ. മാർക്കറ്റ് പ്രോപ്പറായിട്ട് ഈ ഒരു റേഞ്ചിനുള്ളിൽ തന്നെ ട്രേഡ് ചെയ്യുന്നത്. ലാസ്റ്റ് മന്ത് മാർക്കറ്റ് ഇങ്ങനെ റേഞ്ചിനുള്ളിൽ തന്നെയായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. കണ്ടോ, ഇങ്ങനെ റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്തു, ഇതിന്റെ മുകളിൽ പോയി, പിന്നെ ഇപ്പോൾ സൈഡ് വേസിൽ പോകുന്നു. അതായത് ഒരു ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് റേഞ്ചിലുള്ള ട്രേഡ് ചെയ്യുന്നത്. ലാസ്റ്റും ഇങ്ങനെ തന്നെയായിരുന്നു. ഇവിടുന്ന് കയറി വന്ന് ഏപ്രിൽ ഫുൾ മാസം ഇതിൻ്റെ ഉള്ളിലായിരുന്നു. ഇപ്പൊ മെയ് ഏകദേശം മെയ് സ്റ്റാർട്ടിങ് തന്നെ കയറി വന്നു. മെയ് ഇതിനുള്ളിൽ തന്നെ ട്രേഡ് ചെയ്ത്. അപ്പം ചിലപ്പോൾ ജൂൺ ഇതിന് ബ്രേക്ക് ചെയ്തിട്ട് പോയിട്ട് നമുക്ക് ഇനി പുതിയൊരു ഹൈ, ചിലപ്പോൾ പുതിയൊരു മോൾ ടാർഗറ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾ ഓവർ സെന്റിമെന്റ്സ് ബുള്ളിഷ് ആണ്. അപ്പം ഇൻട്രാഡേ ട്രേഡിങ്ങിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നാളത്തെ എൻട്രിക്ക് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഈ ഒരു ലോ മാർക്ക് ചെയ്ത് നോക്കാം. ഇന്നത്തെ ഡേ ലോ മാർക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് ഡേ ലോയിൽ ഒരു ട്രേഡ് ഉണ്ട്. അതായത് ചെറിയ രീതിയിലുള്ള ട്രേഡ് ഉണ്ട്. മീൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഈ ഒരു ഏരിയ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ഏരിയ നല്ല സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് താഴോട്ട് ട്രേഡ് എങ്ങനെ എടുക്കുക വെച്ചാൽ, അത് ആദ്യം ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരിക്കലും എടുക്കരുത്. തിരിച്ച് വന്നിട്ട് ഈ റെസിസ്റ്റൻസ് എടുത്തിട്ട് പിന്നെ താഴോട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഏരിയയിൽ, അതായത് ഈ ഒരു ലോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, 22 മെയ്യിൽ ആ ലോ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. 22 മെയ്യിൽ മാത്രമല്ല, അതാണ് നിഫ്റ്റിയുടെ മേജർ റെസിസ്റ്റൻസ്, അല്ല മേജർ സപ്പോർട്ട്. ഓക്കെ, താഴോട്ട് വീഴുകയാണെങ്കിലുള്ള റെസിസ്റ്റൻസ് അതാണ്.
ഇവിടെ ഈ ഭാഗം വരികയാണെങ്കിലുള്ള മേജർ സപ്പോർട്ടും അത് തന്നെയാണ്. അപ്പൊ നിഫ്റ്റി ഇതിന് താഴോട്ട് വരികയാണെങ്കിൽ ഇതിന് താഴോട്ട് സ്ട്രോങ് ആയിട്ട് വരണം. അതായത് വെറുതെ ഇന്ന് വന്ന മാതിരി ഒരു സിംഗിൾ ഇങ്ങനെ ഒരു ക്യാൻഡിലൊക്കെ ഇങ്ങനെ ഒരു വലിയൊരു ബുള്ള് ബിയറിഷ് ക്യാൻഡിലൊക്കെ ഇങ്ങനെയൊക്കെ വന്ന് ട്രേഡ് ചെയ്യരുത്. കാരണം ഇവിടെ നമ്മൾ ട്രേഡ് എടുക്കും, തിരിച്ചു കയറി പോകും. സോ അങ്ങനെ ഒരു മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യരുത്. നമുക്ക് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇതേപോലത്തെ ഒരു ക്യാൻഡിൽ, ഓക്കെ, ഇതേപോലത്തെ ഇതുപോലെ ഒരു ക്യാൻഡിൽ, ഇങ്ങനെ ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞിട്ട് സെക്കൻഡ് ക്യാൻഡിൽ ഇങ്ങനെ വരണം. ഓക്കെ, സെക്കൻഡ് ക്യാൻഡിൽ ഇങ്ങനെ വരണം. എന്നിട്ട് ഇവിടെ റെസിസ്റ്റൻസ് എടുക്കണം. എന്നിട്ട് തേർഡ് ക്യാൻഡിൽ ഇവിടുന്ന് ഓപ്പൺ ആവണം. സോ അപ്പൊ നമുക്ക് എൻട്രി ഇവിടുന്ന് പ്ലാൻ ചെയ്യാം. ഇവിടുന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കാം. ഓക്കെ, ഈ ഒരു ഹൈയിൽ വെക്കാം. ചെറിയ പോയിന്റ് ഉള്ളൂ, ഒരു 30-40 പോയിന്റ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എക്സ്പെക്റ്റഡ് മൂവ്, അത് കഴിഞ്ഞിട്ട് അടുത്ത ക്യാൻഡിൽ ഈ ഒരു മൂവ്മെന്റ് ആയിരിക്കും പിന്നെ നിഫ്റ്റി തരിക. ഓക്കെ, ഈ ഒരു മൂവ്മെന്റ് തന്നിട്ട് ഇവിടെ ഒന്ന് സപ്പോർട്ട് എടുത്തിട്ട് ഇവിടെ നമ്മുടെ ടാർഗറ്റ് ഇത് നമ്മുടെ ടാർഗറ്റ്. ഇവിടുന്ന് നിഫ്റ്റി പിന്നെയും ഒരു പുൾ ബാക്ക് തരാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഒരു വ്യൂവിലായിരിക്കണം നാളത്തെ ട്രേഡ്, താഴോട്ടുള്ള ട്രേഡ് ഉണ്ടാവട്ടെ. ഓക്കെ, ഇവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ട് അടുത്ത ക്യാൻഡിൽ ഇതിന് താഴെ ഓപ്പൺ ആവണം. ഇവിടുന്ന് എൻട്രി ഈ ഒരു സെറ്റപ്പിൽ. മുകളിലോട്ടാണെങ്കിലും നമുക്ക് നോ ട്രേഡിംഗ് സോൺ ആണ്. ഓക്കെ, ഇത് നമ്മൾ നോ ട്രേഡിംഗ് സോൺ ആണ്. ഇവിടെ ട്രേഡ് ചെയ്യണ്ട. കാരണം നമുക്ക് ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് വരികയാണെങ്കിൽ തന്നെ മാർക്കറ്റ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യാതെ നമുക്ക് ട്രേഡ് ഇല്ല. ഈ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത ക്യാൻഡിൽ ഇങ്ങനെ ഫോം ചെയ്യണം. അതിന് ഇവിടെ സപ്പോർട്ട് എടുക്കണം. നെക്സ്റ്റ് ക്യാൻഡിൽ ഈ ഒരു സെറ്റപ്പിൽ വരികയാണെങ്കിൽ നമുക്ക് മോട്ടോൾ ട്രേഡ് എടുക്കാം. ഓക്കെ, ഇവിടുന്ന് എൻട്രി സ്റ്റോപ്പ് ലോസ് ഇവിടെ. ഈ മോട്ടോളുള്ള മൂവ്മെന്റ് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇപ്പം നിഫ്റ്റി കറന്റ്ലി ഒരു ചെറിയ താഴോട്ടുള്ള സെന്റിമെന്റ്സ് ആണ് നിൽക്കുന്നത്. ഒരു ബിയറിഷ് സെന്റിമെന്റ്സ് അല്ല ഇത്. ഓക്കെ, ഇതൊരു പുൾ ബാക്ക് ആണ്. ജസ്റ്റ് നിഫ്റ്റി ഇവിടെ സപ്പോർട്ട് എടുത്തിട്ട് ഈ ഒരു റേഞ്ച് ട്രേഡിംഗ് ആകുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആസ് എ ഇൻട്രാഡേ ട്രേഡർ നമുക്ക് ഒരു റേഞ്ച് ട്രേഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഒരു ലോങ് വിഷൻ ബിയറിഷ് എന്ന് പറഞ്ഞ ട്രേഡ് ഇല്ല. ഇതിന്റെ താഴെ പോവുകയാണെങ്കിൽ മാത്രമേ ബിയറിഷ് വ്യൂ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഈ ഒരു ഇതിന് നാളത്തെ ട്രേഡിങ്ങിന് ഇവിടെ നോ ട്രേഡ്, ഇവിടുന്ന് ബോളോട്ട് ഈ നമ്മൾ നേരത്തെ വരച്ച മാതിരി അങ്ങനെ ഒരു മൂവ്മെന്റ് ആണ് ബോളോട്ട് ഉണ്ടാവുക. ഓക്കെ, ഇനി ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.